ഈസി ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് പുതിയൊരു പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള 5 ഓപ്ഷനുകളിൽ നിന്ന് ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത്, അതായത് ഇതിൻ്റെ പ്രീസെറ്റുകൾ, ഇതിലൊരുപാട് വ്യത്യസ്തങ്ങളായ വലുപ്പത്തിലുള്ള പേജുകൾ, അതായത് നമുക്ക് അത്യാവശ്യം പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സൈസിലുള്ള പേജുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി പേജുകൾ മാത്രമല്ല, ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് ധാരാളം പ്രീസെറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള പ്രീസെറ്റുകൾ നമുക്ക് കാണാം. ഇതിലുള്ള ടെക്സ്റ്റുകൾ, ഇത് നമുക്ക് ഇതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് അത്യാവശ്യമായി വരുന്ന ടെക്സ്റ്റുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പേരൊക്കെ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലെയർ ബാർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഇതിലുള്ള ടെക്സ്റ്റുകളും സ്റ്റിക്കറുകളും ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പിക്സൽ ലാബിലുള്ള ഫോണ്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാനിതിൽ ടെക്സ്റ്റ് നൽകുകയാണ്. ഓക്കെ ചെയ്ത് ഇനി നമ്മുടെ ഫോണ്ടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ഇതിൽ മൈ ഫോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോണ്ടുകളാണ്, എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ മൈ ഫോണ്ട് എന്നല്ല, ഫോണ്ട്സ് എടുത്തിട്ടാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ പിക്സൽ ലാബിലുള്ള ഫോണ്ടുകൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ താഴേക്കുള്ള മോഡേൺ എന്നുള്ള ഫോണ്ടുകൾ, ഇതിൽ ചിലതൊക്കെ പുതിയ ഫോണ്ടുകളാണ്. ഇതൊക്കെ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാം. ഇനി വരുന്നത് സിഗ്നേച്ചർ ടൈപ്പിലുള്ള ഫോണ്ടുകളാണ്. നമുക്ക് ഏറ്റവും ഇടത് സൈഡിൽ ഇതിൻ്റെ ഫോണ്ടുകളൊക്കെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സിഗ്നേച്ചർ ടൈപ്പിലുള്ള ഫോണ്ടുകൾക്ക് ശേഷം ഇനി വരുന്നത് ലോഗോകളാണ്. അതായത് ഓരോ ലെറ്ററിനും ഓരോ ലോഗോകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ഈസി ഡിസൈൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇ എന്നുള്ളതിന്, എസ് എന്നുള്ളതിനൊക്കെ ഇവിടെയുള്ള ലോഗോകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ലോഗോകൾ കഴിഞ്ഞ ഷേപ്പുകളാണ്. ഇതെല്ലാം നമുക്ക് ഓരോ ലെറ്ററിനും ഓരോ ലോഗോകളും ഓരോ ഷേപ്പുകളുമാണ്. ഇത് നമുക്ക് എ മുതൽ സെഡ് വരെ എഴുതി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് കൃത്യമായി ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ താഴെ വരുന്നത് യൂണിക്കോഡ് മലയാളം ഫോണ്ടുകളാണ്. യൂണിക്കോഡ് മലയാളം ഫോണ്ടുകൾ നമുക്ക് ഇംഗ്ലീഷ് ഫോണ്ടുകളായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ പരിചയപ്പെട്ടത് യൂണിക്കോഡ് മലയാളം ഫോണ്ടുകളാണ്. അതെല്ലാം നമുക്ക് ഈ പിക്സൽ ലാബിൽ തന്നെ ലഭ്യമാണ്. ഇനി നമുക്കിതിൽ മലയാളം എഴുതി ഇതിൽ ഫോണ്ടുകൾ വ്യത്യാസപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിൽ മലയാളം നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഫോണ്ട് നമ്മുടെ ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫോണ്ട് കൂടെ ഇതുപോലെ നോക്കാം. ഈ യൂണിക്കോഡ് ഫോണ്ടുകൾ നമുക്ക് അത്യാവശ്യം പോസ്റ്ററുകളും നോട്ടീസുകളും എല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോണ്ടുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ഇതിനേക്കാൾ സ്റ്റൈലിഷായ ഫോണ്ടുകളാണ് ഇപ്പോൾ ഈ താഴെ MVM മലയാളം എന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. ഈ ഫോണ്ടുകൾ ഇവിടെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മറ്റൊരു ആപ്ലിക്കേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, CodeFML. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാത്രമാണ് നമുക്കിവിടെ ഈ ഫോണ്ടുകളെല്ലാം ചേഞ്ച് വരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ CodeFML എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിൽ നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ കോപ്പി ചെയ്യുകയാണ്. ഈ സെൻറ്ററിലുള്ള ഈ ബട്ടൺ അമർത്തിയാൽ തന്നെ കോപ്പി ആവും. ഇനി ഇത് നമ്മുടെ പിക്സൽ ലാബിൽ നമ്മൾ ടെക്സ്റ്റായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ FML കോഡ് ഇതുപോലെ ലഭിക്കും. ഇത് നമ്മൾ ഓക്കെ കൊടുത്താൽ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഫോണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണ്ടുകളൊന്ന് ചേഞ്ച് വരുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇടതുഭാഗത്തുള്ള ഈ ബാറിൽ നമ്മുടെ ഫോണ്ടുകളൊക്കെ ചേഞ്ചായി വരുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഒരുപാട് ഫോണ്ടുകൾ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല മോഡൽ ഫോണ്ടുകളൊക്കെ ഇതിൻ്റെ താഴെ ഒരുപാട് ലഭ്യമാണ്. ഇനി നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഫോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഫോണ്ടുകൾ മാത്രമല്ല, നമ്മുടെ സാധാരണ പിക്സൽ ലാബിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിക്കറുകൾ നമുക്കിതിൽ ലഭ്യമാണ്. ഇവിടെ നോക്കിയാൽ ഒരുപാട് നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഇവിടെയുമുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിലില്ലാതെ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ പിക്സൽ ലാബിലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരുപാട് പുതിയ ബാക്ക്ഗ്രൗണ്ട് ഇമേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ ഫോണ്ടുകളും സ്റ്റിക്കറുകളും ഇമേജുകളും ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മുടെ പിക്സൽ ലാബിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതല്ല. ഇനി നമ്മുടെ പഴയ പിക്സൽ ലാബ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് പുതിയ പിക്സൽ ലാബ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ കൂടെ CodeFML എന്നുള്ള ആപ്ലിക്കേഷനും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.